അടുത്തത് കേറിവാടാ മക്കളയിൽ 4ാമത്തെ ചോദ്യം ഇതാ. ചന്ദ്രലേഖയിൽ മോഹൻലാലിന്റെ കഥാപാത്രം വർക്ക് ചെയ്യുന്നത് ഏത് കമ്പനിയിലാണ്? എ ഇൻഷുറൻസ് കമ്പനി, ബി പെയിന്റ് കമ്പനി, സി മരുന്ന് കമ്പനി. നിങ്ങളുടെ കമ്പനിയാണ് മരുന്ന് കമ്പനി. ഇൻഷുറൻസ് കമ്പനി, പെയിന്റ് കമ്പനി, മരുന്ന് കമ്പനി. ടൈം ഈസ് റണ്ണിങ് ഓൺലി 20 seconds. അവരോടും ചോദിക്കാൻ പറ്റൂ? ഓർമ്മയുണ്ടോ? പെയിന്റ് കമ്പനി ആണെന്ന് തോന്നുന്നു. പെയിന്റ് കമ്പനി. ഭരണി നക്ഷത്രക്കാര് തെറ്റ് പറയാറില്ല. ടൈം തീരാറായി. പെയിന്റ് കമ്പനി. പെയിന്റ് കമ്പനി ഉറപ്പിച്ചിരിക്കുകയാണ് ശരത്ത്. ബി പെയിന്റ് കമ്പനി. താങ്കളുടെ വൈഫ് 2 ചോദ്യത്തിന് ഉത്തരം നൽകി. അത് ഒരു ചോദ്യം ശരിയായി. പക്ഷെ ഇത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതവിടെ പൂട്ടിയിടാം. നോക്ക്, പൂട്ടിയിട്ടിരിക്കുകയാണ്. നമുക്കൊരു മിമിക്രിയോ എന്തെങ്കിലും അറിയാമെങ്കിൽ. മിമിക്രി ശരിക്കും പറഞ്ഞാൽ ഞാൻ 10 വർഷം മുമ്പ് ഞങ്ങള് ഇത് പ്രോഗ്രാംസിനൊക്കെ പോകുന്നുണ്ടായിരുന്നു നാട്ടിലെ അവിടെ അടുത്തൊക്കെ. ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്യുന്നില്ല, എന്നാലും ചെറുതായിട്ട് ചെയ്യാം. അപ്പോൾ ഈ പറയാം നേടാം എന്നുള്ള ഷോ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ മധുസാറാണ് വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു. ആദ്യം കേഴിവേടാ മക്കളെ എന്ന റൗണ്ടാണ്. കേഴിവേടാ മക്കളെ, അങ്ങനെ ആ പരിപാടിയിൽ ആദ്യം പങ്കെടുക്കാൻ വരുന്നത് നമ്മുടെ പ്രേം നസീർ സാറ്. പ്രിയമുള്ളവരെ, പറയാം നേടാം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അശ്വനെ വിളിച്ച അമൃത ചാനലിന് അശ്വൻ്റെ നന്ദി. പൈസ കിട്ടിയാൽ പുളിക്കുമോ? വരും. ഇനി ആരെയാണ്? ശ്രീനിവാസൻ. പ്രിയമുള്ളവരെ, പറയാം നേടാം, വിനോദത്തോടൊപ്പം പണവും സമ്പാദിക്കാം. ഈ പരിപാടി ഒരു വൻ വിജയമായി തീരുവാൻ ഞാൻ ആശംസിക്കുന്നു. നന്ദി. സൂപ്പർ. ശരത്ത് വിചാരിച്ചല്ലോ. നന്നായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്, ഒരു നല്ല ആർട്ടിസ്റ്റാണ്. വെരി ഗുഡ്. ദൈവം സഹായിക്കട്ടെ കേട്ടോ. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പെയിന്റ് കമ്പനിയാണ് നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. അത് ഭാര്യ പറഞ്ഞ ഉത്തരമാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പക്ഷേ ഇൻഷുറൻസ് കമ്പനി എന്നാണ് ശരത്ത് പറഞ്ഞത്. അതിനകത്ത് കൂടുതൽ ഈ ഇൻഷുറൻസ്, ലോണ് എല്ലാം. പക്ഷേ പെയിന്റ് കമ്പനി തെറ്റിപ്പോയില്ല. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. Again you have won 2000 rupees. അതാണല്ലോ ഇതിന്റെ ഒരു ഇത്. കേറിവാടാ മക്കളയിൽ ഇതാ 5ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക. ചന്ദ്രലേഖ എന്ന സിനിമയിൽ ചന്ദ്രയുടെ ഭർത്താവായ ആൽഫി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആര്? എ അനിൽ കപൂർ, ബി മുകേഷ്, സി ഇവർ 2 പേരുമല്ല. അതിലൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അനിൽ കപൂറിനെ കാണിക്കുന്നൊരു ഭ്രാന്തനായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആൽഫിയാന്ന് ഒരു തെറ്റിദ്ധരിക്കുകയാണ്. കഥയല്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കുക. അനിൽ കപൂർ, മുകേഷ് ഇവർ 2 പേരുമല്ല. സമയം ഓടിക്കൊണ്ടിരിക്കുക. 20 seconds. ചന്ദ്രലേഖ ഇവർ 2 പേരുമല്ല. ഇവർ 2 പേരുമല്ല. അവരോടൊന്ന് ചോദിക്കാൻ. ചോദിക്കും. അവർ 2 പേരും അല്ല. ഇവർ 2 പേരും അല്ല. ഓക്കെ ആണല്ലോ. ഓക്കെ. എന്തായാലും ലക്ഷ്മി 3 ഉത്തരം ശരത്തിന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും നമുക്കൊന്ന് നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട്. 1-ാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, 2-ാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം, ഒരു കുങ്കുമക്കുയിലായി കുണുകുടുങ്ങി വന്നാട്ടെ, കണ്ണാടി പൂഞ്ചിന്തൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. 1-ാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, 2-ാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം, ഒരു കുങ്കുമക്കുയിലായി കുണുകുണുങ്ങി വന്നാട്ടെ, കണ്ണാടി പൂഞ്ചിന്തൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. ടം ടം ടം. ഓക്കെ അല്ലേ? സന്തോഷമായോ? സന്തോഷമായി. ലക്ഷ്മി പാടുവോ? ഇല്ല, പാടത്തില്ല. ഹസ്ബൻഡ് പാടും, വരയ്ക്കും. ഇതൊക്കെ കണ്ടായിരിക്കും പുള്ളിയെ സ്നേഹിച്ചതല്ലേ?
ആന്ന് സർ മോക്ക് ഒരു ഹായ് പറയണേ. എന്താ പേര് മോടെ? സനയ. അപ്പോൾ ശരത്തിൻ്റെയും ലക്ഷ്മിയുടെയും മകൾ സനയ്ക്ക് ഒരു വലിയ ഹായ്, ബിഗ് ഹായ്. ഭാര്യ ഉത്തരം നൽകിയത് സി ഇവർ രണ്ടുപേരും അല്ല എന്ന്. ഇവർ രണ്ടുപേരും അല്ല എന്ന ഉത്തരം ശരിയാണ്. Congratulations, you are awarded again 2000 rupees. താങ്ക് യു. അപ്പോൾ ഇപ്പം എത്ര രൂപയാണ് കിട്ടിയത് ടോട്ടൽ? 5 ചോദ്യം കഴിഞ്ഞു. 5 ചോദ്യം. 10,000. So congratulations, you are awarded again 10,000 rupees for 5 questions. താങ്ക് യു സർ. Very good.